പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ടല്ലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി പുതിയ വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല വലുപ്പത്തിലുള്ളതും ഇട്ടതുമായിട്ടുള്ള മദർ പ്ലാന്റ് വലുപ്പത്തിലുള്ള ചെടികളാണ് നമ്മൾ ഇന്ന് സെയിലിന് കൊണ്ടുവരുന്നത്. അതും മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ബൊഗൻവില്ല പ്ലാന്റ്സുകൾ തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച ദിവസം വരെ മാത്രമാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. വ്യാഴാഴ്ച ദിവസം പോലും നമ്മൾ ചെയ്യാറില്ല. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഡിലേ ആയിക്കഴിഞ്ഞാൽ അത് ഡിലേ ഡെലിവറി നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വ്യാഴാഴ്ച പോലും കൊറിയർ ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ കുഴപ്പമില്ല, വ്യാഴവും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ എറണാകുളം ലൊക്കാലിറ്റിയിൽ വരുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ നമ്മൾ ചൊവ്വയും ബുധനുമായിട്ടൊക്കെ അയച്ചു തരും. അതിനുശേഷം വരുന്ന ഓർഡേഴ്സ് നമ്മൾ അടുത്ത വീക്കിലേക്ക്, ഈ വരുന്ന ആഴ്ചയല്ല അതിൻ്റെ അടുത്ത ആഴ്ചയിലേക്കായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം വേറെ ഒന്നുമല്ല, സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു തരി വെള്ളം കുടിക്കുന്നില്ല, വെള്ളം ഒട്ടും കുടിക്കണില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് അറിയാമല്ലോ, വെള്ളം കുടിക്കാണ്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നാളെ ഡോക്ടറെ കാണിക്കേണ്ടതായ ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നാളെ കുറച്ച് പേർക്ക് നമ്മൾ അയക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓർഡേഴ്സ് നമ്മൾ ചൊവ്വയും ബുധനുമായിട്ട് അയക്കും. കുറച്ചായിരിക്കും, കാരണം മോൾ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ മറ്റു 2 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ചൊവ്വയും ബുധനും നമ്മൾ കുറച്ച് അയക്കും. അത് കഴിഞ്ഞ് വരുന്ന ഓർഡേഴ്സുകളൊക്കെ നമ്മൾ ഈ വരുന്ന വീക്കല്ല, അതിൻ്റെ അടുത്ത വീക്കിലായിരിക്കും അയക്കുക. DTDC വഴി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കുറവാണ് ചെയ്തിരിക്കുന്നത്, കാരണം കൊണ്ടു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടിട്ട്. പക്ഷേ സ്പീഡ് പോസ്റ്റും ചെയ്തു തരാം. അപ്പോൾ ആരും ധൃതി പിടിക്കരുത്. ഓർഡർ തന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത പിറ്റേ ദിവസം മുതൽ തന്നെ അയച്ചോ എന്ന് ചോദിക്കരുത്. ഇതുവരെ കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ട്രാക്കിംഗ് ഐഡിയും വിത്ത് വോയിസോട് കൂടിയിട്ട് നമ്മൾ അവരെ അറിയിക്കട്ടെ പ്ലാന്റ്സുകൾ അയച്ചു എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിലിൽ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോയിലിടുന്ന പ്ലാന്റ്സുകളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ സ്ഥലം എറണാകുളം 38 ഭാഗത്താണ്. അപ്പോൾ ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് നേരിട്ട് വരാം. പക്ഷേ അതിന് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച് ചോദിക്കുക, ഞാൻ അവൈലബിൾ ആണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വരാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദൂരെ നിന്ന് വന്നാലും ഞാനില്ല എന്നാണെങ്കിൽ പ്ലാന്റ്സുകൾ എടുക്കാണ്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ വരുന്നതിന് മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്യുക, അതിനുശേഷം മാത്രം വരാനായിട്ട് ശ്രമിക്കട്ടെ. കഴിഞ്ഞ വീക്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരു കസ്റ്റമർ ദൂരെ നിന്ന് വന്നതായിരുന്നു, നമ്മൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു, അത്രയും ദൂരത്തായിരുന്നു. അവർ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ ഡയറക്റ്റ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടുതരാം. പക്ഷേ വരുന്നതിന് മുമ്പ് ഞാൻ അവൈലബിൾ ആണോ എന്നൊന്ന് ചോദിക്കണം എന്ന് മാത്രം കേട്ടോ. കാരണം ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളായതുകൊണ്ട് അത്രയും പാക്കിംഗ് ഒഴിവാക്കാം എന്ന് കരുതിയിട്ടാണ് ഡയറക്റ്റ് സെയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക്, ഡയറക്റ്റ് എടുക്കാൻ പറ്റാത്തവർക്ക്, ദൂരമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. അതിലും ഒരു പ്രശ്നമില്ല. എങ്കിലും ഡയറക്റ്റ് സെയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് വരാം കേട്ടോ. വിളിച്ചിട്ട് മാത്രം വരാമെന്നുള്ളൊരിതാണ്. പിന്നെ ബൊഗൻവില്ല പ്ലാന്റ്സുകൾക്ക് എപ്പോഴും കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വലിപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. ഇത്രയും സൈസുള്ള പ്ലാന്റ്സുകൾക്ക് കൊറിയർ ചാർജ് നല്ലതുപോലെ ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ചുവന്ന മണ്ണില പ്ലാന്റ് വന്നിരിക്കുന്ന പ്ലാന്റിൻ്റെതായ വെയിറ്റും ഉണ്ടാവും. ഇതൊക്കെ മുഴുവനായിട്ട് വീഡിയോ കാണാം. സൈസും റേറ്റും ഒക്കെ കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ചില്ലി റെഡ് ആണ് കേട്ടോ. ചില്ലി റെഡ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് അതാ നിങ്ങൾ നോക്കിക്കോളൂ കറക്റ്റായിട്ട് ഒരു 8 ഇഞ്ച് പോട്ട് സൈസിൽ ആ പ്ലാന്റ്സുകൾ ഇരിക്കുന്നത്. അതിൻ്റെ വലുപ്പം മദർ പ്ലാന്റ്സ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിന് ചെറിയ തൈയുണ്ട് കേട്ടോ. അത് നമ്മളൊക്കെ ചെറുതെന്നല്ല, അത്യാവശ്യം ഇതേ ലെവലിലോട്ട് ഒത്തിരി കവറുകളായിട്ട് വരുന്ന തൈകളുണ്ട്. അതും നമ്മൾ ഇന്ന് സെയിലിന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണിച്ചു തരേണ്ടത്, അതായത് നഴ്സറി പർപ്പസ് ആയിട്ടുള്ളവർക്ക്, പ്രൊപ്പഗേഷൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു റേറ്റിൽ ഇത്രയും വലുപ്പമുള്ള തൈകൾ ഒരിടത്തും കിട്ടില്ല കേട്ടോ. അത്രയും റേറ്റ് കുറവിലാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്ലവർ ഇട്ട പ്ലാന്റുകൾ കേട്ടോ. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബൊഗൻവില്ല പ്ലാന്റ്സിന് ഫ്ലവേഴ്സ് ഇടുമ്പോഴാണ് അതിന് മാർക്കറ്റ് വാല്യൂ ഇത്രയും കൂടി കൂടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് എല്ലാവരോടും, ഈ വ്യൂവേഴ്സായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ള സെല്ലേഴ്സായിട്ട് നമ്മുടെ റേറ്റ് കമ്പയർ ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഓരോ റേറ്റിൽ
റേറ്റിലായിരിക്കും പ്ലാന്റുകൾ കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ ഇതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ സ്റ്റോക്കിലുണ്ട്. ഇത് ചിലപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടുമ്പോൾ ഇന്നത്തോടുകൂടി തീരാം, ചിലപ്പോൾ പ്ലാന്റ്സുകൾ ബാക്കി ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ടൊക്കെ തന്നെ നമ്മൾ ഒരു സെല്ലറിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്ത്, കാരണം ഓരോരുത്തർക്കും ഓരോ റേറ്റിലാണ് പ്ലാന്റുകൾ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഒരു വീഡിയോ കാരണം മറ്റുള്ള സെല്ലേഴ്സിൻ്റെ എന്താ പറയുക സെയിൽ കുറയുകയോ അല്ലെങ്കിൽ അവരുടെ സെയിലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ ചോദിച്ച് കഴിയുമ്പോൾ ഒരു 10-15 പ്ലാന്റ്സ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സൈസിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് പറയേണ്ടി വരും. പക്ഷെ ചിലപ്പോൾ പലവരുടെ അടുത്തും ഇതിലും ഒത്തിരി സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഔട്ട് വരെ ഉടനടി അടുത്ത സെറ്റും നമ്മുടെ റെഡിയായി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി സ്റ്റോക്കുകൾ ഈ പൂക്കളേപ്പാടി കിട്ടുമ്പോഴാണ് കസ്റ്റമേഴ്സിന് കൂടുതൽ സന്തോഷം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സൈസ് നിങ്ങൾ കാണാം. ഈ ചില്ലി റെഡ് പ്ലാന്റിന് ഈ മദർ പ്ലാന്റ് സൈസായിട്ടുള്ള പ്ലാന്റുകളുടെ ഇന്നത്തെ റേറ്റ് കേട്ടോ 590 590 പ്ലസ് സിസിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ സൈസ് നിങ്ങൾ എക്സാക്ട്ലി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ടോ, നിറച്ച് പൂക്കളേപ്പാടിയിട്ടാണ്. അപ്പോൾ ഇത് കിട്ടുന്ന നിങ്ങൾക്കും ഒത്തിരി സന്തോഷമായിരിക്കും. കണ്ടോ, ഒത്തിരി പൂക്കളേപ്പാടി കൂടിയിട്ട് ഈ ഒരു ചില്ലി റെഡിൻ്റെ പ്ലാന്റ്. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു സൈസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചത്. നോക്കിക്കേ, ഇതിൽ എത്രത്തോളം കവരകളുണ്ടെന്ന്, പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ ഇതാ പൂക്കളാണെങ്കിൽ ഇട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഇതാ കണ്ടോ, ഈ ഒരു സൈസ് ഒരു സ്റ്റെമ്മിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഈ ഒരു പ്ലാന്റൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു 10 ഇഞ്ചോ നമ്മളൊരു 14 ഇഞ്ച് പോട്ടിലോട്ട് വെച്ചാൽ ആ ഒരു പ്ലാന്റ് നിറഞ്ഞു വരും. ഇപ്പോൾ പ്രൂൺ ചെയ്താണ് കണ്ടത്, ഇതെല്ലാം സ്റ്റെമ്മ് പ്രൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നെല്ലാം പൂക്കൾ വന്ന് ശരിക്കും ഒരു ബോൺസായി പരുവത്തിലോട്ട് റെഡിയായി വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. കണ്ടോ, അയക്കുന്നത് നമുക്ക് ഇച്ചിരി കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. നമ്മൾ നോർമൽ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനേലും കണ്ടോ ഇത്രയും വലുപ്പത്തിലുള്ള തൈകളാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഞാൻ തരുന്നത് കേട്ടോ. 590 590 പ്ലസ് സിസിക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത പ്ലാന്റാണ് ചില്ലി യെല്ലോ. ചില്ലി യെല്ലോയും ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പ്ലാന്റാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് വരെ അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലുപ്പത്തിലുള്ള, അതായത് ചില്ലി റെഡ് കണക്കേതുണ്ടോ 8 ഇഞ്ച് പോട്ട് സൈസാണ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ ദൂരെ നിന്ന് എടുക്കുകയാണേ. അപ്പോൾ അത്രയും സൈസുള്ള പ്ലാന്റ്സും നമ്മൾ ഇന്ന് 590ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതാ നോക്കിക്കോളൂ, നിറച്ച് പൂക്കളിട്ട മദർ പ്ലാന്റ് കണക്കെ ആയിട്ടുള്ള നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും കേട്ടോ മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച്. കാരണം ഇത്രയും വലിയൊരു പ്ലാന്റ് സേഫായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് നമ്മൾ എത്തിക്കണം എന്നാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ പാക്കിംഗ് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് വെർത്ത് ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇത്രയും റേറ്റുള്ളൊരു പ്ലാന്റ് നിങ്ങൾ പുറത്ത് ഏതെങ്കിലും ഒരു നഴ്സറിയിൽ നിന്നാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 1000 അടുത്തെങ്കിലും ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദർ പ്ലാന്റ് ആയതല്ല, അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രൊപ്പഗേഷൻ എടുക്കാം, ബോൺസായി ആയിട്ട് വളർത്താം. എൻ്റെ കടയൊക്കെ കണ്ടോ ഓൾറെഡി നല്ല കട്ടിയുള്ള സ്റ്റെമ്മായി. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു പരുവത്തിലായിട്ടുള്ള അത്യാവശ്യം നല്ല സൈസിൽ ഇത് കണ്ടോ, ഇത്രയും സൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നത്ര ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നതും 590 590 പ്ലസ് സിസിക്കാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ. ചില്ലി യെല്ലോൻ്റെ ഈ ഒരു പ്ലാന്റൊക്കെ കണ്ടോ, അത്യാവശ്യം എൻ്റെ കട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം. കണ്ടോ, ശരിക്കും എന്താ നോക്കിക്കേ, എത്രത്തോളം നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണെന്ന്. എല്ലാത്തിനും അങ്ങനെയല്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ എങ്കിലും ശരിക്കും മദർ പ്ലാന്റ്, ഒത്തിരി കവരകളൊക്കെ ആയിട്ടുള്ള മദർ പ്ലാന്റ് സൈസാണ് കേട്ടോ പ്ലാന്റ് എല്ലാം വരുന്നത്. അപ്പോൾ അടുത്തത് കയാട്ടയുടെ പ്ലാന്റുകളാണ് കേട്ടോ. കയാട്ടയുടെ നല്ല വലുപ്പത്തിലുള്ള നിറച്ച് പൂക്കളൊക്കെ ഇട്ടിരിക്കുന്ന പ്ലാന്റ്സാണ് നമ്മൾ അടുത്തത് സെയിലിന് വെക്കുന്നത് കേട്ടോ. എല്ലാം മദർ പ്ലാന്റ് സൈസാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പ്രൊപ്പഗേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന നിറച്ച് ഫ്ലവറോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫുകളും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ ലീഫുകൾക്കൊരു നല്ല കടുത്ത പച്ച കളറും അതുപോലെ തന്നെ പൂക്കളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയും ഏകദേശം 8 ഇഞ്ച് പോട്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കടയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം നല്ലതുപോലെ സ്റ്റെമ്മൊക്കെ മൂത്ത് നല്ല ഹെൽത്തി ആയിട്ട് കണ്ടോ. സൈസ് നമ്മൾ ദൂരെ നിന്ന് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ കൃത്യമായിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സൈസ് വരുന്നത്. ഇതിന് പൂക്കളില്ലാത്ത തൈകളും ഉണ്ട് കേട്ടോ, പൂക്കളായി വരുന്നതും ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ വ്യക്തമായിട്ട് കാണാം കേട്ടോ. കാരണം നിങ്ങൾക്ക് ആകെ ഈ ഒരു വീഡിയോ വഴിയിട്ടാണ് ആ പ്ലാന്റ്സിനെ കുറിച്ചൊരു ക്ലിയർ കട്ട് ഒരു ധാരണ കിട്ടുന്നത്, നേരിട്ട് നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, നമ്മൾ ഒത്തിരി പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നൊക്കെ തളിർപ്പുകളൊക്കെ പൊട്ടി ഇനിയും ഒത്തിരി പൂക്കളുണ്ടാവാൻ നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഇതെല്ലാം.
അതിൻ്റെ കടഭാഗവും മറ്റുമൊക്കെ കണ്ടോ നിങ്ങൾ? അത്യാവശ്യം നല്ല മൂത്ത കമ്പും ശരിക്കും നല്ല പ്രൂൺ ചെയ്തെടുത്ത് ശരിക്കും ഒരു ബോൺസായി പരുവമായി ഈ പ്ലാന്റ്സൊക്കെ. അപ്പോൾ അതാ ഇതിൻ്റെ പൂക്കളില്ലാത്ത തൈകൾ കണ്ടോ? ഇതൊക്കെയാണ് ഇതിലിതാ പൂവൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കടഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കട വരുന്നത്. കണ്ടോ അത്യാവശ്യം നല്ല സൈസായിട്ടാണ് നിൽക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ കേട്ടോ. അതാ ഇതും അതുപോലെ തന്നെ ഒത്തിരി കവറുകളോട് കൂടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 700. ഇത്രയും പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 700 രൂപയാണ്. 700 പ്ലസ് CC ആണ് കേട്ടോ. നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണിത്. അപ്പോൾ കയാട്ടയാണ്. അത്യാവശ്യം കണ്ടോ നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് നിൽക്കണേ. അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നമ്മൾ ദൂരെ നിന്നൊക്കെ എടുത്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം ക്ലിയർ ആയിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കണ്ട് അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യട്ടോ. അതിനോടാണ് എനിക്കും താല്പര്യം. കാരണം എപ്പോഴും നമുക്ക് പ്ലാന്റ്സുകൾ കൊടുക്കുമ്പോൾ കസ്റ്റമർ ഹാപ്പി ആയിട്ടിരിക്കണം. അതിൻ്റെ വലുപ്പം കാണുന്ന അതേ വലുപ്പത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൂരെ നിന്ന് അടുത്തു നിന്നൊക്കെ പ്ലാന്റ്സിൻ്റെ വലുപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഈ ഇത്രയും സൈസുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഒരിടത്തും മാർക്കറ്റിൽ ഞാൻ ഈ തരുന്ന റേറ്റിൽ കിട്ടില്ല. കാരണം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ചെറിയൊരു പ്ലാന്റ് തന്നെയൊക്കെ നല്ല റേറ്റിൽ പോകുന്നതാണ്. ഇതൊക്കെ മദർ പ്ലാന്റ് സൈസാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് വരുന്നത് ഒരു പർപ്പിൾ കളർ കേട്ടോ. ഒരു ലൈറ്റ് പർപ്പിൾ കളർ ഫ്ലവേഴ്സ് വലിയ വലിയ പൂക്കളോട് കൂടിയിട്ടുള്ളൊരു ബൊഗൻവില്ല ഉണ്ട്. അത്യാവശ്യം ഹൈബ്രിഡ് ആണ്. അത്യാവശ്യം നല്ല ഭംഗിയാണ്. നല്ല സൈസിലുള്ള പ്ലാന്റും ആണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് പോട്ടിലാണ് എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത്. ഇതാകെ നമുക്ക് 2 പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ്. ലീഫുകൾക്ക് നീളമുണ്ട്. നല്ല കട്ട പച്ച കളറാണ് ലീഫ്. കടുപ്പം കൂടുതലാണ് ലീഫുകളുടെ കളറിന്. അതുപോലെ പൂക്കളും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറച്ച് പൂക്കൾ ഇടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് കണ്ടോ, ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 460 460 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളെപ്പോഴും പ്ലാന്റിൻ്റെ സൈസ് നോക്കുക. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാകെ 2 പീസ് അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഫയറപ്പാലാണ് കേട്ടോ. ഫയറപ്പാലിന് ഇതാ ഞാനൊരു 7 ഇഞ്ച് സൈസ് പോട്ടിലോട്ടൊക്കെ പ്ലാന്റ് ആക്കി വെച്ചപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് സെയിലിനുള്ളതല്ല. ഞാൻ ജസ്റ്റ് ആ ഫ്ലവേഴ്സ് ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് ഏതൊരു പ്ലാന്റ് വന്നാലും ഫയറപ്പാലിന് ഭയങ്കര എൻക്വയറി ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല ഇങ്ങനെ നല്ല ഭംഗിയാണ്. ഈ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കളറാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും അത്യാവശ്യം വലുപ്പത്തിലുള്ള കേട്ടോ. ഇതും കണ്ടോ നിങ്ങൾക്ക് സൈസ് മനസ്സിലാവും. 8 ഇഞ്ച് പോട്ട് സൈസാണ് കേട്ടോ എല്ലാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തെടുത്ത് പറയുന്നത്. ഇതിലെല്ലാത്തിലും തന്നെ ഫ്ലവേഴ്സ് ഇട്ട് തുടങ്ങിയ പ്ലാന്റുകളാണ്. ഇതാ കണ്ടോ ഇതിലേക്ക് ഫ്ലവറുണ്ട്. ഇതാ ഇതിലൊക്കെ ഫ്ലവറായി കണ്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഫയറപ്പാലിൻ്റെ ചെറിയ തൈകൾ സെയിലിന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇത് നോക്കിക്കേ, ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ. ഇതാ കണ്ടോ ഈ ഒരു സൈസ്. നമ്മൾ ചെറിയ കവർ സൈസ് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കവർ സൈസ് പ്ലാന്റ് ഉണ്ടോയെന്ന്. അത് ആക്ച്വലി അത് സേഫ് അല്ലാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ കവർ സൈസ് പ്ലാന്റ്സ് സെയിൽ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനത്തെ പ്ലാന്റുകളില്ല, കവർ സൈസ് ഇല്ല. ചട്ടിയിലുള്ള പ്ലാന്റുകൾ മാത്രമേ നമുക്ക് ഉള്ളൂ കേട്ടോ. വേണ്ടോ ഫയറപ്പാലിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള, അതായത് മദർ പ്ലാന്റ് കണക്കായിട്ടുള്ള കണ്ടോ ഹാർട്ട് സ്റ്റെമ്മയിൽ ഒത്തിരി കവറുകളും നല്ല സൈസിലോട്ട് എത്തിയ ഓരോ പ്ലാന്റ്സ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വലുപ്പം കണ്ടോ. ഒത്തിരി കവറുകളോടുകൂടിയുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിന് വെക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് റേറ്റ് 490 490 നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ അത്യാവശ്യം ഫയറപ്പാലിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഫ്ലവർ ആയിട്ടുള്ളത് കണ്ടോ. നല്ല ഒത്തിരി സ്റ്റെമ്മ്, ഒരുപാട് സ്റ്റെമ്മായിട്ട് കണ്ടോ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത്. എല്ലാത്തിലും ഫ്ലവറൊക്കെ ഇട്ട് തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 490 പ്ലസ് CCക്കാണ് ഫയറപ്പാലിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് നമ്മൾ തരുന്നത് കേട്ടോ. അടുത്തതൊരു പർപ്പിള് ബൊഗൻവില്ല കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റേറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ലീഫുകളും കണ്ടോ. ലീഫ് ഇതുപോലെ നല്ല ഡാർക്ക് ഗ്രീനാണ്. അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പർപ്പിൾ കളർ ഫ്ലവേഴ്സും ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ലീഫും ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ പൂക്കളും ഭംഗിയായിട്ട് അത്രയും നല്ല രസമായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ്, ഇത്രയും ഫ്ലവേഴ്സോട് കൂടി നിൽക്കുന്ന 8 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 550 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് സൈസ് നിങ്ങൾ കാണാം കേട്ടോ. ഇത്രയും ഫ്ലവേഴ്സോട് കൂടിയിട്ട് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത്. ചെറിയ പ്ലാന്റുകളല്ല. ഇത് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ഞാൻ ഓർത്ത് വെച്ചിരുന്നതാണ്, പക്ഷേ എടുക്കുന്ന സമയത്ത് ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കളും നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീഫുകളും കേട്ടോ. അപ്പോൾ നല്ല ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിൽ ആണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത്. 8 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന നല്ല സൈസുള്ള പ്ലാന്റ്സ് കണ്ടോ. ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ 550. ഇത് 3 പീസേ ഉള്ളൂ കേട്ടോ. 3 നമുക്ക് കിട്ടിയുള്ളൂ. 550 പ്ലസ് CCക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ.
ഇതാ ഈ ചില്ലി റെഡിൻ്റെ ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ എക്സ്ട്രാ വേറെ പിക്കൊന്നും ഇടണ്ടല്ലോ നിങ്ങൾക്ക്, ഇത്രയും ക്ലാരിറ്റിയോടുകൂടി കാണിക്കരുത്. ഇത്രയും ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ചില്ലി റെഡിൻ്റെ ചെറിയ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക്. ചെറിയ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വലുപ്പത്തിലോട്ട് പെട്ടെന്ന് ആവട്ടെ, നമ്മൾ വളങ്ങളൊക്കെ ചേർത്തിട്ട് പോട്ട് സൈസ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ബൊഗൻവില്ലയുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ തന്നെ പ്ലാന്റ്സ് നല്ല ഗ്രോത്ത് ചെയ്തേക്കും. ഇപ്പോൾ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സാണ് ഇതിൻ്റെ പ്ലാന്റ്സ്. നമ്മൾ നോർമലി വിൽക്കുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാ ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ 380 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഒത്തിരി കവറുകളോട് കൂടിയിട്ട് വന്ന നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റ്സ് ചില്ലി റെഡിൻ്റെ കേട്ടോ. ഇതും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യട്ടെ. ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നമ്മൾ പ്ലാന്റ് തരുന്നതായിരിക്കും കേട്ടോ. ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഡയറക്റ്റ് സെയിൽ കേട്ടോ അവൈലബിൾ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. എറണാകുളമാണ് എൻ്റെ ലൊക്കേഷൻ. എറണാകുളം ആലുവ മുപ്പത്തടം ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ നേരിട്ട് വന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിരുന്നു. പിന്നെ എന്താ കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ, അതായത് ഒരു 50% ഒക്കെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ്സുകൾ തീരും. അപ്പോഴത്തേക്കും പലവരും ആഗ്രഹിച്ച ചെടികളൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലവർ ചോദിക്കുക, അതുകൊണ്ടാണ് ഈ വിളിച്ച് ചോദിക്കാൻ പറയുന്നത്. പിന്നെ നമ്മുടെ അവൈലബിലിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾക്ക് വന്നത്. കാരണം ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്നിട്ട് പ്ലാന്റ്സ് എടുക്കാണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, കേൾക്കുന്ന എനിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വരാം കേട്ടോ. അപ്പോൾ ചില്ലി റെഡിൻ്റെ ആ ഒരു സൈസ് കണ്ടല്ലോ. ഇനി നമുക്ക് ഗോൾഡൻ സൺഷൈൻ അവൈലബിൾ ആണ്, കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സക്കൂറ ബെല്ലാക്ക എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കേട്ടോ. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് കണ്ടോ, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സക്കൂറ ബെല്ലാക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് വരെ ഏകദേശം 1500 ആ റേഞ്ചിലാണ് പോകുന്നത്. അതായത് നമുക്ക് അതിൽ നിന്നൊരു പ്രൊപ്പഗേഷൻ നടക്കത്തില്ല, ചെറിയ പ്ലാന്റുകൾ. അപ്പോൾ അത് സക്കൂറ ബെല്ലാക്കാൻ്റെ സ്റ്റെംസ് പിടിച്ച് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടുതലും ഗ്രാഫ്റ്റിംഗ് വഴിയിട്ടാണ് ഈ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കാം കേട്ടോ. അങ്ങ് ഗ്രാഫ്റ്റിംഗ് വഴി ഒരുപാട് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയിട്ടാണ് സക്കൂറ കേട്ടോ. അപ്പോൾ സക്കൂറയുടെ ഫുൾ സക്കൂറ ബെല്ലാക്ക എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും, കുഞ്ഞു കുഞ്ഞു ഇലകളും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോൺസായി പരുവത്തിൽ നിർത്താൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ, ഒരു 14 ഇഞ്ച് പോട്ട് സൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. 14 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്, നമ്മൾ കൊടുക്കുന്ന റേറ്റ് കേട്ടോ. ഇത് നമുക്ക് കൊറിയർ ഇല്ല കേട്ടോ, കൊറിയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് കൊറിയർ നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഈ ഒരു പ്ലാന്റ് ഇച്ചിരി കൂടി നമ്മൾ ശ്രദ്ധിച്ച് വളർത്തേണ്ട പ്ലാന്റും കൂടിയിട്ടാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് നേരിട്ട് എറണാകുളത്തുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ നേരിട്ട് വന്നെടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 3000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, എത്രത്തോളം കവറുകളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ചെടിയാണ്. ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ കളക്ഷനിലേക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നേക്കണ ചെടിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നിൽക്കണം. അപ്പോൾ ഈ ഫ്ലവറുള്ള ചെടിയായിരിക്കത്തില്ല കേട്ടോ, ഈ ചെടിയായിരിക്കും നമ്മൾ സെയിലിന് വെക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഒത്തിരി കവറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സൈസ് കേട്ടോ. ഞാനൊന്ന് സൈസ് ചരിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും കവറുകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒത്തിരി വലുപ്പത്തിലുള്ള സൈസാണ്. അതായത് ഈ ചട്ടിയുടെ വലുപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 14 ഇഞ്ച് പോട്ട് സൈസാണ് കേട്ടോ. ചെറിയ സൈസല്ല, ദൂരെ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, നോക്കിക്കേ, 14 ഇഞ്ച് പോട്ട് സൈസാണ്. 3000 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ തൈ പോണത് 1500 അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്രത്തോളം റേറ്റ് കുറവിലാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത്രയും കവറുകളോട് കൂടിയിട്ടുള്ള പൂക്കളിട്ട് തുടങ്ങിയ ഒരുപാട് പ്രൊപ്പഗേഷൻ സ്റ്റംസ് എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 3000 റുപ്പീസാണ്. അപ്പോൾ വേണ്ടവർ നേരിട്ട് മാത്രം, സക്കൂരയുടെ മാത്രം നമുക്ക് നേരിട്ടേ സെയിലുള്ളൂ കേട്ടോ. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ ഈ കാണുന്നതൊക്കെ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ആണ്. അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കൊടുത്തേക്ക്. ഏകദേശം ഒരു 7 കളേഴ്സൊക്കെ മാറി മാറി വിരിയുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ സൺഷൈൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 630 630 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. പ്രൂൺ ചെയ്ത പ്ലാന്റുകളും പ്രൂൺ ചെയ്യാത്ത പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, അതായത് മോസ്റ്റ് ആൾക്കാർ നമ്മൾ കൂടുതലും ചോദിക്കുന്ന പ്രൂൺ ചെയ്ത പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. പ്രൂൺ ചെയ്യാത്ത പ്ലാന്റുകളും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല മാർക്കറ്റ് വിലയുള്ള പ്ലാന്റാണ്. അധികം കിട്ടാൻ സാധ്യതയില്ലാത്ത പ്ലാന്റ്സുമാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടോ, സൈഡിൽ കുറച്ച് ലീഫുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റ്. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത്. കണ്ടോ, നമ്മൾ എത്രത്തോളം കട്ട് ചെയ്യുന്നോ അത്രത്തോളം പ്ലാന്റ് ഡെവലപ്പ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കണ്ടോ, നല്ല സൈസിലാണ് പോയിരിക്കണേ. ഇതിൻ്റെ റേറ്റും 630 630 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഒത്തിരി പേര് ചോദിക്കുന്ന വേറൊരു പ്ലാന്റാണ് റൂബി റെഡ്. റൂബി റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫ്ലവർ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് കാണും. നല്ല ഡാർക്ക് പർപ്പിൾ ഫ്ലവേഴ്സ് ഇതുപോലെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ. ഒരു വിക്കതിലും അല്ല, ചിലതിലൊക്കെ വന്ന് തുടങ്ങുള്ളൂ. സ്റ്റാർട്ടിങ് തന്നെയാണല്ലോ ഫ്ലവറിങ് സീസൺ വരുവാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് 450 450 രൂപയുണ്ട്. ചിലതൊക്കെ ലീഫ് ഇങ്ങനെ കണ്ടോ അത്യാവശ്യം നമ്മൾ പ്രൂൺ ചെയ്യാണ്ടാകുമ്പോൾ ഇതുപോലെ ഒത്തിരി ഇങ്ങനെ നീണ്ടിങ്ങനെ വളരും കേട്ടോ. ഈ ഒരു സൈസൊക്കെ ആയിട്ടാണ് വന്നത്. ഇതിൻ്റെ റേറ്റ് 450 ആണ് കേട്ടോ. ഇതിൻ്റെയും വലിയ സൈസ് മദർ പ്ലാന്റ് സൈസ് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ നേരത്തെ ചില്ലി കാണിച്ചല്ലോ, ചില്ലി റെഡൊക്കെ കണ്ടോ, ആ ഒരു സൈസൊക്കെ കാണിച്ച പോലെ വലിയ സൈസും നമുക്കുണ്ട് കേട്ടോ. നിറച്ച് ഫ്ലവേഴ്സ് ഇട്ട് തൈകൾ വരുന്നുണ്ട്. അത് അടുത്ത സ്റ്റോക്കിലായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുള്ളവർക്കൊക്കെ എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഡയറക്റ്റ് ഉള്ളവർക്ക് അത്രയും നല്ലത്. വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശരിക്കും ബൊഗൻവില്ലയുടെ ഒരു ഫാം, ഒരു കാട് പോലെ നിൽക്കുന്നത് ഇതിങ്ങനെ. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ റൂബി റെഡ് നമ്മൾ കാണിച്ചു. പിന്നെ നമുക്ക് കുറച്ച് പീസസ് മാത്രമുള്ള കുറച്ച് വെറൈറ്റീസും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ടെറസിൻ്റെ മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ട് ഇതെല്ലാം ഇവിടെ ഇരിക്കുവാണ്. ഇനി ഇതൊക്കെ മുകളിലേക്ക് കയറ്റിയാലേ നമുക്ക് പാക്കിംഗ് ഒക്കെ എളുപ്പമാവുള്ളൂ. ഞാൻ മുകളിലിരിക്കുന്ന പ്ലാന്റ്സും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ ടാങ്ലോങ് റെഡ് കേട്ടോ. ടാങ്ലോങ് റെഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. അതിന് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തൈകളാണ് ഇരിക്കുന്നത്. ചിലത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 2 തൈകൾ വീതമുള്ളതുണ്ട്, ചിലത് ഒറ്റ തൈയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 തൈ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. ഇതുണ്ടോ, ഇതിപ്പോൾ 2 തൈ ആയിട്ടാണ് നിൽക്കുന്നത്. കടഭാഗം കണ്ടോ, ഇതുണ്ടോ 2 തൈ ആയിട്ടാണ്. ചിലത് അത്യാവശ്യം എന്താ നോക്കിക്കേ, നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഫ്ലവറായി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നല്ല വെയിൽ നമ്മളിവിടെയൊക്കെ ഷീറ്റ് അഴിച്ച് മാറ്റി. ഇവിടെയൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരുന്ന സമയത്ത് കംപ്ലീറ്റ് ഷീറ്റായിരുന്നു. ബൊഗൻവില്ലയ്ക്ക് പക്ഷേ നല്ല വെയിൽ വേണ്ടതുകൊണ്ട് ഇവിടുത്തെ ഷീറ്റൊക്കെ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 950 കേട്ടോ. ഇത്രയും നല്ല സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 950, 950 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ കേട്ടോ. അടുത്ത വെറൈറ്റി ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ചില്ലി ഐസ്ക്രീമിൻ്റെ അധികം ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ അല്ല, 2-3 പീസോ മറ്റോ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550, 550 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം. നിങ്ങൾ ഇതിൻ്റെ സൈസ് കാണാം കേട്ടോ. കണ്ടോ, ചെറിയ സൈസൊന്നും അല്ല കേട്ടോ ഇത്. കണ്ടോ, ഇതിലിപ്പോൾ 2 കവറായിട്ടാണ് നിൽക്കുന്നത്. എല്ലാത്തിലും ഇല്ല കേട്ടോ, അതും എടുത്ത് പറയുകയാണത് കണ്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 550 പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് സൺസെറ്റ് വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ. അതായത് വൈറ്റ് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് സൺറൈസ് വൈറ്റ് കേട്ടോ. സൺറൈസ് വൈറ്റ് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം തന്നെ നല്ല ഡെവലപ്പായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് നമ്മൾ 500 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കണ്ടോ, അതിൻ്റെ മദർ പ്ലാന്റ്സിൽ നിന്ന് സ്റ്റെംസ് കണ്ടോ കട്ട് ചെയ്ത് ഒത്തിരി പ്രൂൺ ചെയ്തുകൊണ്ട് ഒരുപാട് കവറുകളായിട്ട് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 500 ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അടുത്തത് ചില്ലി ഓറഞ്ചിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചില്ലി ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തൈട്ട്, ചെറിയ തൈക്ക് വരെ നല്ല റേറ്റാണ്. ഇതുണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ചില്ലി ഓറഞ്ചാണേ. കണ്ടോ, നല്ല അടിപൊളി സ്റ്റെമ്മും ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വലിയ സൈസ് പ്ലാന്റാണ്. ഫ്ലവർ വിട്ട് വന്ന പ്ലാന്റ് കേട്ടോ. ഒറ്റ പീസ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 ആണ് കേട്ടോ. 500 നമ്മൾ കൊടുക്കുന്നത്. സൈസ് നിങ്ങൾ കാണാം കേട്ടോ. സൈസ് കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ട് നല്ല വലിയ സൈസ്, ഒരുപാട് കവറുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണേ. അതായത് നോർമൽ വെറൈറ്റി കേട്ടോ. നമ്മുടെ നോർമൽ വൈറ്റ് ബൊഗൻവില്ല, ഏതെങ്കിലും ഒരു ബൊഗൻവില്ല പ്ലാന്റ്സ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്കായിട്ട് ഇതാ വൈറ്റ് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതാണ് ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് വേണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 കേട്ടോ. 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയാണ് കണ്ടോ. ഫ്ലവേഴ്സ് ഉണ്ടോ, നല്ല ഇത് ഹൈബ്രിഡ് അല്ല കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി അല്ല. കണ്ടോ, ഇതാ ഈ കാണുന്ന പ്ലാന്റ്സ് അധർണയുടെ പ്ലാന്റുകളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ചെയ്തപ്പോൾ തന്നെ അധർണയെ കുറിച്ചിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിട്ട് തന്നെ കുറേ പ്ലാന്റ്സുകൾ എനിക്ക് തോന്നുന്നു രണ്ടാമത് നമുക്ക് സ്റ്റോക്ക് എടുക്കേണ്ടി വന്നു. കാരണം ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ക്ലാരിറ്റി കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാക്സിമം എൻ്റെ എഫേർട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. കാരണം അധർണ എന്നൊരൊറ്റ പേരിൽ ആ ചെടി പല രീതിയിൽ സെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഇതിൽ യെല്ലോ ഫ്ലവർ വിരിയാം, ചിലപ്പോൾ 2 കളർ ഫ്ലവർ വിരിയാം, ചിലപ്പോൾ 3 കളേഴ്സും വിരിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് സെയിൽ ചെയ്തത്. എന്നിട്ടും ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മേടിച്ചു കേട്ടോ. നമ്മൾ രണ്ടാമത് സ്റ്റോക്ക് ഇറക്കി
നോക്കിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രാവശ്യം ഒരു 21 പ്ലാന്റ്സോളം രണ്ടാമത് സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം വന്നതിൽ നമുക്ക് ഫ്ലവേഴ്സോടുകൂടിയൊക്കെ കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഫ്ലവേഴ്സൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ ആ ഒരു ഫ്ലവർ. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000. അന്നത്തെ റേറ്റിൽ വ്യത്യാസങ്ങളില്ല. ഇനി ഇതിൽ ഫ്ലവർ ഇട്ടാലും റേറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ വരാൻ പോകുന്നില്ല കേട്ടോ. 1500 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത്. കണ്ടോ അഥർണയുടെ പ്ലാന്റുകളാണ് കേട്ടോ. വലിയ വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം അയച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊറിയർ ചാർജും വന്നാട്ടോ. കാരണം ഇത്രയും ഹൈറ്റോട് കൂടിയിട്ട് ഈ പ്ലാന്റ് പോകുന്നത്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രാവശ്യം പറയാഞ്ഞത്. അത് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അഥർണയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 ആണ് കേട്ടോ. അടുത്തത് സുവർണ കേട്ടോ. സുവർണയുടെ എനിക്കിതൊരു 5 പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 630 630 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഇതിങ്ങനെ ഒറ്റ നീളത്തിലുള്ള സ്റ്റെം പോയിട്ട് ഇപ്പോൾ പ്രൂൺ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കവറുകളായേനെ കേട്ടോ. ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് കണ്ടോ ഇങ്ങനെ സൈസ് വരുന്നത്. ഇതാ 630 കേട്ടോ. 630 രൂപയ്ക്ക് കൊടുക്കണം. സുവർണയൊക്കെ കിട്ടാനില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ. അതുണ്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. സൈസ് പ്രത്യേകം കാണാം കേട്ടോ. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 630 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ് കേട്ടോ. റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ നല്ല അടിപൊളി വലിയ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 ആണ് കേട്ടോ. ഇത് 6.25 ഇഞ്ച് പോട്ട് സൈസാണ് വരുന്നത്. ഇതിപ്പോൾ അധികം സ്റ്റോക്കിൽ നമുക്ക് കിട്ടാനില്ല കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 കേട്ടോ. 550 പ്ലസ് സിസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പേര് ഫ്ലെയിം റെഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം റെഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് മച്ച് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ട്. പ്രൂൺ ചെയ്ത് കൊടുത്തത് തളിരയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി ഹെൽത്തി ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പ്ലാന്റ്സ് ഓൾറെഡി ഹെൽത്തിയാണ് എല്ലാ പ്ലാന്റ്സും. എങ്കിലും ആൾക്കാർക്ക് അറിയാലോ, കൂടുതൽ ഇലകളും തളിരും കൊമ്പൊക്കെ കാണുമ്പോഴാണ് അവർക്ക് ഇഷ്ടം കൂടുതൽ അതിനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിറച്ച് തളിരിട്ട് വന്നു തുടങ്ങിയിട്ട് അപ്പോൾ ഇത്തിരി കൂടി ഹെൽത്തി ആയിട്ട് നമ്മൾ ഫ്ലെയിം തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട റേറ്റ് ഒക്കെ തന്നെ അതിലും വ്യത്യാസങ്ങളൊന്നും വരാൻ പോണില്ല. അങ്ങനെ നമ്മൾ ഫ്ലെയിമും നെക്സ്റ്റ് സെയിൽ വീഡിയോ ആകുമ്പോഴത്തേക്കും റെഡി ആവുമെന്ന് വിചാരിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ താഴത്ത് ചില്ലി റെഡ് കാണിച്ചില്ലേ. ചില്ലി റെഡിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ. ഒത്തിരി കവറുകളോട് കൂടിയിട്ടുള്ള നമ്മൾ കണ്ട ഒത്തിരി സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സെയിം റേറ്റിൽ തന്നെ 380 റുപ്പീസിനാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സൈസ് കാണിച്ചുകൊണ്ടാണ് പിന്നെ കാണിക്കാം. ഞാൻ താഴത്ത് മുകളിലേക്കായിട്ട് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. അടുത്തത് വീര വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീര പിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം വീര വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നിറച്ച് പൂക്കളെ പടിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ കാണിക്കാൻ നല്ലോണം ഫ്ലവേഴ്സ് ആയിട്ട് നിൽപ്പുണ്ട്. നല്ല സൈസുള്ള പ്ലാന്റ്സ് ഉണ്ട്. 550 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 550 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോ. ഇത്രത്തോളം സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ എന്താ ഒന്ന് എടുക്കട്ടെ. ഈ ബൊഗൻവില്ല ആയതുകൊണ്ട് പരസ്പരം ഇങ്ങനെ കോർത്ത് പിടിക്കും. കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഇരിക്കുന്നതൊക്കെ വീര വൈറ്റിൻ്റെ ആണ് കേട്ടോ. ചിലതൊക്കെ ഫ്ലവേഴ്സ് നല്ല വെയിൽ കിട്ടി തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ നല്ലതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. 550 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ജസ്റ്റ് ഇതൊരു അവയർനെസ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിട്ട് പറഞ്ഞതാണ്. അതായത് ഈ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ നട്ടിട്ടൊന്നുമില്ല. ഇത് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ്. നമ്മളൊരു പാക്കിംഗ് ടൈമിൽ കസ്റ്റമറിന് ഫ്ലെയിം റെഡ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് മാറിപ്പോയി. ഫ്ലെയിമിന് അവർ റൂബി റെഡാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഫ്ലെയിം ഞാൻ ഫോട്ടോ ഇട്ട് അയക്കുന്ന നേരത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് റൂബിയാണ് വേണ്ടത്, ഇതൊന്ന് മാറ്റി തരുമെന്ന് വെച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കട എടുത്ത് പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് അഴിച്ചു മാറ്റി. ഒരു സമയം കിട്ടിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടിട്ട് ഒരു പോട്ടിൽ ഇതാ നോക്കൂ നിങ്ങൾ, കുറച്ച് മണ്ണും അന്ന് നമ്മൾ ആ കടഭാഗം എടുത്തത് റോൾ ചെയ്തതും അതേ മണ്ണാണ് കേട്ടോ. കടഭാഗത്ത് ആ മണ്ണാണ് ഇങ്ങനെ ഇത്രത്തോളം മണ്ണോട് കൂടിയിട്ട് നമ്മൾ അയക്കുന്നത്. ആ മണ്ണേപ്പാടി സൈഡിൽ മണ്ണൊന്നും ഇല്ലാണ്ട് വെറുതെ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് പ്ലേസിൽ വെച്ച് നനച്ച് വെച്ചൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് അങ്ങനെയൊന്നും വളരെ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല എന്ന് നിങ്ങളെ കാണിച്ചു തരാം, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നതും കൂടി. നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു തരി മണ്ണ് ഇതിൻ്റെ വശത്തൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അതേപാടി തന്നെ വെച്ചു. പിന്നെ വേറെ ജോലികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇച്ചിരി തിരക്കായി പോയപ്പോൾ നമ്മളിത് പാക്ക് ചെയ്ത് നട്ട് വയ്ക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പതിയെ എടുത്ത് കാണിച്ചു തരാം. ഇത് നട്ടിട്ടൊന്നുമില്ല, വെറുതെ കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ ഒത്തിരി കവറുകളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ. ആ കടയിൽ മണ്ണ് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കിക്കേ,
പുതിയ വേരുകളൊക്കെ വന്ന് ആ മണ്ണിലേക്ക് അത് ഇറങ്ങി തുടങ്ങി. ഒട്ടും തന്നെ മണ്ണിലിരിക്കാത്തൊരു പ്ലാന്റിൻ്റെ അവസ്ഥയുണ്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ കടയിലെ മണ്ണ് അനങ്ങിയില്ല, അനങ്ങാണ്ടാണ് നിങ്ങൾ നടുന്നതെങ്കിൽ പ്ലാന്റിന് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കേട്ടോ. 100% ഗ്യാരണ്ടി. കാരണം ഞാനിതൊരു നടാത്തൊരു ചെടിയാണിത്. ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാനിത് നട്ട് വെക്കും. പക്ഷെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഈ ചെടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മേലെയായി. കണ്ടോ, ആ കടയിലെ മണ്ണ് അതിൻ്റെ അനങ്ങിയിട്ടില്ല. അതിൻ്റെ ആ വേര് താഴത്തേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ കുറച്ച് മണ്ണ് അതിൻ്റെ അടിയിലുണ്ട് താനും. നനവും കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിലും അല്ല നമ്മളത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലാന്റ്സിന് അങ്ങനെ ഡാമേജ് വരില്ല കേട്ടോ. ചിലപ്പോൾ ലീഫുകൾ ഷെഡ് ചെയ്ത് പോയേക്കും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നനച്ച് ഡയറക്റ്റ് അല്ലാത്ത സൺലൈറ്റിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടോ, പ്ലാന്റ് നടാത്തൊരു പ്ലാന്റിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ പ്ലാന്റ് പോലും സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സേഫായിട്ട് തന്നെ എല്ലാവരും നട്ട് വയ്ക്കുക കേട്ടോ. വാങ്ങിച്ച് ഒത്തിരി പേരുണ്ട്. അപ്പോൾ കുറേ പേർക്ക് നന്നായിട്ട് അറിയുന്നവരുണ്ട്, കുറേ പേർ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ ഡയറക്റ്റ് സെയിലുണ്ട്. എൻ്റെ സ്ഥലം എറണാകുളം മുപ്പത്തടം ഭാഗത്താണ്. വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഇട്ടുവരും. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെടികൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഇത്രയും വലുപ്പത്തിൽ കണ്ടോ, ഇത്രയും സൈസിലുള്ള പ്ലാന്റുകൾ കണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, സൈസിലുള്ള പ്ലാന്റുകളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റത്തില്ല, ബൈ കൊറിയർ തന്നെ വേണമെന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അയക്കാം കേട്ടോ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് കൂടുതൽ ആവശ്യമാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് ഏറ്റവും ഒരു എന്താ പറയുക, വളരെയധികം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ മറ്റൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.